ശുശ്രൂഷകളെ എല്ലാം സ്വർഗം അനുഗ്രഹിക്കട്ടെ. അനേകരെ തമ്പുരാന് വേണ്ടി ആദായപ്പെടുത്തുവാൻ പ്രിയദാസന്റെ പ്രവർത്തനങ്ങൾ, EGM ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. വിതയ്ക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങളൊന്നും പതിരായി പോകാതെ അത് ഫലകരമായി തീരട്ടെ, 30, 60, 100 മേനി വിളവുള്ളതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. യിരെമ്യാവിന്റെ കാര്യദർശിയായിരുന്ന നേരിയാവിന്റെ മകനായ ബാരൂക്കാണ് നമ്മുടെ ധ്യാന വിഷയം. ബാരൂക്കിന്റെ ജീവിതത്തെ കുറിച്ചാണ് നാം ഇന്നലെ പ്രഭാതം മുതൽ ധ്യാനിപ്പാൻ ആരംഭിച്ചത്. ഭദ്രതയിലോ അധികാരത്തിന്റെ ശക്തിയിലോ മറ്റ് സ്വാധീനങ്ങളിലോ സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിലോ ഒന്നുമല്ല. പിന്നെ ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടത് എപ്രകാരമാണ് എന്നുള്ള ചിന്ത ഒന്നാമതായി നാം കഴിഞ്ഞ പ്രഭാതത്തിൽ ധ്യാനിച്ചത്. ദൈവവചനവുമായുള്ള ബന്ധത്തിലാണ് ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവത്തിന്റെ വചനം, എഴുതപ്പെടുന്ന വചനം രേഖയാണ്, മായ്ക്കുവാൻ കഴിയാത്തതാണ്, എല്ലായ്പ്പോഴും വായിക്കാൻ പര്യാപ്തമാണ്, അത് സൂക്ഷിക്കുവാൻ കഴിയുന്നതാണ്, അത് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ എളുപ്പമാണ്. ആ വചനം എഴുതുന്ന ശുശ്രൂഷയായിരുന്നു ബാരൂക്കിനെ ദൈവം തമ്പുരാൻ യിരെമ്യാവിലൂടെ ഫലമേൽപ്പിച്ചത്. അത് ഏറ്റവും വിശ്വസ്തയോടെ ബാരൂക്ക് നിറവേറ്റി. വചനം എഴുതുക മാത്രമല്ല, എഴുതിയ വചനം പ്രഘോഷിപ്പാനും ദൈവം ബാരൂക്കിനെ ക്ഷണിച്ചപ്പോൾ യിരെമ്യാവിലൂടെ ആ ശുശ്രൂഷയും നിറവേറ്റുവാനായിട്ട് ബാരൂക്കിന് സാധിച്ചു എന്നാണ്. നമ്മൾ കേൾക്കുന്ന ദൈവവചനമൊക്കെ നമ്മുടെ ഹൃദയപലകമേൽ എഴുതപ്പെടുവാനും വചനം കേൾക്കുന്നവരായി മാത്രമല്ല വചനം ചെയ്യുന്നവരായി തീരുവാനും വചനബന്ധിതമായ ജീവിതത്തിന് ഉടമകളായി തീരുവാനും അപ്രകാരം അനുഗ്രഹിക്കപ്പെടുവാനും ബാരൂക്കിനെ പോലെ നമുക്കും സാധ്യമാകണം എന്നാണ് നാം കഴിഞ്ഞ പ്രഭാതത്തിൽ ധ്യാനിച്ചത്. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി 2 വാക്യങ്ങൾ വീണ്ടും വായിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം, അതിന്റെ 26-ഉം 32-ഉം വാക്യങ്ങൾ. സമയത്തിന്റെ പരിമിതി കൊണ്ട് 2 വാക്യങ്ങൾ മാത്രം വായിക്കുന്നു. യിരെമ്യാവ് 36-ന്റെ 26-ഉം 32-ഉം. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും യിരെമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യെരഹെമ്യേലിനോടും അസ്രീലിന്റെ മകനായ സെരായാവോടും അബ്ദേലിന്റെ മകനായ ശെലെമ്യാവോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. 32-ാമത്തെ വാക്യം. അങ്ങനെ യിരെമ്യാവ് മറ്റൊരു ചുരുളെടുത്ത് നേരിയാവിന്റെ മകൻ ബാരൂക്ക് എന്ന എഴുത്തുകാരന്റെ കയ്യിൽ കൊടുത്തു. അവൻ യഹൂദ രാജാവായ യെഹോയാക്കീം തീയിലിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും യിരെമ്യാവിന്റെ വാമൊഴി പ്രകാരം അതിൽ എഴുതി. അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തന്നതോർത്ത് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയപലകമേൽ എഴുതപ്പെടുവാനും വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും വചനത്തിന്റെ സാക്ഷികളായി എന്ന് ഞങ്ങൾ നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനാനിടന്റെ അധരങ്ങളെ കർത്താവ് ബലപ്പെടുത്തണം. അവിടുത്തെ ആത്മാവിൽ നിറയ്ക്കണം. മഹത്വമെല്ലാം കർത്താവിന്. മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. ബാരൂക്ക് വാസ് ബ്ലസ്ഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനവുമായുള്ള ബന്ധത്തിൽ ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ രണ്ടാമതായി നാം ധ്യാനിക്കുന്നത് ഹി വാസ് ബ്ലസ്ഡ് ടു സഫർ. കഷ്ടം സഹിക്കുവാനായി അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ബാരൂക്ക് എന്നാണ്. ഏത് മനുഷ്യനെയും വീണ്ടെടുക്കുവാൻ പര്യാപ്തമായ യഹോവയുടെ അരുളപ്പാട് പുസ്തക ചുരുളിൽ എഴുതുകയും അത് ഭയം കൂടാതെ സകല ജനത്തെയും പ്രഭുക്കന്മാരെയും രാജാവിനെയും അറിയിച്ച ബാരൂക്കിന് ഒട്ടനവധി എതിർപ്പുകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. അതായത് തന്റെ വിശ്വസ്തമായ ശുശ്രൂഷയ്ക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. യഹോവയുടെ അരുളപ്പാടുകൾ കേൾക്കുന്ന ജനം അനുതാപ ഹൃദയത്തോടെ യഹോവയുടെ മുമ്പാകെ നെടുമ്പാട് വീണ് അവരുടെ ദുർമാർഗ ജീവിതം വിട്ടുതിരിയുമെന്ന പ്രതീക്ഷയോടെയാണ് ബാരൂക്ക് ദേവാലയത്തിലേക്ക് പോയത്. ആ പ്രതീക്ഷയോടെയാണ് യിരെമ്യാവ് ബാരൂക്കിനെ ദേവാലയത്തിലേക്ക് വചന പ്രഘോഷണത്തിനായിട്ട് അയച്ചത്.
എന്നാൽ കാര്യമായ പ്രതികരണങ്ങൾ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായില്ല. ഒരു ഉപവാസം പ്രഖ്യാപിച്ചതല്ലാതെ ആരും അവരുടെ പാപം ഏറ്റുപറയാൻ തയ്യാറായില്ല. രാജകൊട്ടാരത്തിലെ സകല പ്രഭുക്കന്മാരും യഹോവയുടെ അരുളപ്പാട് കേട്ടപ്പോൾ ഭയപ്പെട്ട് തമ്മിൽ തമ്മിൽ നോക്കിയതല്ലാതെ ആരും വസ്ത്രം കീറുകയോ അനുതപിക്കുകയോ ചെയ്തില്ല. അത് മാത്രമല്ല, 19 വാക്യവും 36 വാക്യവും ഒക്കെ നാം വായിക്കുമ്പോൾ ബാരൂക്കിനോട് പറഞ്ഞത്, ഈ അരുളപ്പാടുകൾ ഞങ്ങൾക്ക് രൂപാന്തരത്തിന് കാരണമാകുമെന്നല്ല, ഈ അരുളപ്പാടുകൾ നിനക്ക് അനർത്ഥ കാരണമായി തീരും. ആയതുകൊണ്ട് നീയും ഇരമ്യാവും പ്രാണരക്ഷാർത്ഥം എവിടെയെങ്കിലും പോയി ഒളിച്ചുകൊള്ളുവിൻ എന്നാണ്. അപ്പോൾ തനിക്കും തന്റെ രാജ്യത്തിനും എതിരായി ഒരു അരുളപ്പാട് പ്രഘോഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യെഹോയാക്കീം രാജാവ് യഹൂദി എന്ന ഭൃത്യനിലൂടെ യഹോവയുടെ അരുളപ്പാടിന്റെ ചുരുൾ തന്റെ അടുക്കൽ എത്തിക്കുവാൻ ക്രമീകരണം ചെയ്യുകയാണ്. രാജാവ് സുഖലോലുപതയുടെ ശീതകാല വസതിയിൽ ഇരുന്ന് നെരിപ്പോഴിൽ തീ കായുന്ന സമയത്ത് രാജാവ് താൻ വായിച്ചു കേട്ട യഹോവയുടെ അരുളപ്പാടുകൾ ഒരു കത്തി കൊണ്ട് കണ്ടിച്ച്, 36 അധ്യായം 21 വാക്യത്തിൽ നാം അങ്ങനെയാ വായിക്കുന്നത്, ഒരു കത്തി കൊണ്ട് കണ്ടിച്ച് അത് മുഴുവനായി ആ നെരിപ്പോടിലിട്ട് കത്തിച്ചു കളഞ്ഞു എന്നാണ്. അതിനെ ചാമ്പലാക്കി മാറ്റി. തന്റെ ഭൃത്യന്മാർ ശക്തമായി വിലക്ക് നൽകി. രാജാവ് അത് ചെയ്യാൻ പാടില്ല, അത് വിശേഷമായ യഹോവയുടെ അരുളപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് പോലും ആ ഭൃത്യന്മാരുടെ വിലക്കിനെ മറികടന്നുകൊണ്ട് രാജാവ് അപ്രകാരം പ്രതികരിച്ചു. യഹോവയുടെ അരുളപ്പാടുകൾ മുഖം നോക്കാതെ പ്രഘോഷിച്ച് ബാരൂക്കിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്രയോ സങ്കടകരമായ ഹൃദയഭേദകമായ അനുഭവമാണ്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ വളരെ പ്രാർത്ഥനയോടെ, ധ്യാനപൂർവം, ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, വിശ്വസ്തയോടെ നാളുകൾ കൊണ്ട് എഴുതി തീർത്ത് ദൈവത്തിന്റെ വചനമിത തന്റെ കൺമുൻപിൽ ചാമ്പലായി മാറുകയാണ്. എല്ലാ വിധത്തിലും തകർക്കപ്പെട്ട ഒരു അനുഭവമാണ്. തന്നോടൊപ്പം ആരുമില്ലാത്ത അവസ്ഥ. യിരെമ്യാവോ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടവനായി യാതൊരു സ്വാധീനവുമില്ലാതെ കുറ്റവാളിയെ പോലെ ഒരു പീഡ ഏറ്റുവാങ്ങുന്ന കാലമാണ്. ബാരൂക്ക് ഭയത്തിൽ ജീവിക്കേണ്ടി വരികയാണ്. തന്റെ ജീവന് വലിയ ഭീഷണി നേരിടുകയാണ്. ഒരു കുറ്റക്കാരനെ പോലെ താനും ശിഷ്ടായുസ് ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ്. ആരും തന്നെ അംഗീകരിക്കാത്ത സാഹചര്യമാണ്. ആരും തന്നെ മനസ്സിലാക്കാത്ത സാഹചര്യമാണ്. എത്ര കാലമായി കാത്തിരുന്ന വിശ്വസ്തതയോടെ, പ്രതീക്ഷയോടെ, മഷി കൊണ്ട് തന്റെ കൈകൊണ്ട് എഴുതിയ എല്ലാ വചനങ്ങളും ചാരമായി ചാമ്പലായി തീർന്ന ദുഃഖകരമായ അനുഭവമാണ്. ദൈവം വീണ്ടെടുത്ത് തന്റെ ജനത്തിൽ ഒരാൾ പോലും മാനസാന്തരപ്പെടാൻ തയ്യാറാകാത്ത അവസ്ഥയാണ്. ശാരീരികമായും മാനസികമായും ആത്മീയമായും ദൈവത്തിന്റെ ഭൃത്യൻ ഒരുപാട് സംഘർഷം അനുഭവിക്കേണ്ടി വന്ന കാലമാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വേലയിൽ, കർത്താവിന്റെ ശുശ്രൂഷയിൽ മനഃപൂർവ്വമായി പങ്കാളികളാകാൻ തയ്യാറാകുന്ന ഏത് വ്യക്തിയുടെയും വഴികളിൽ ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ സാധാരണമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മുത്താമാക്കൽ സാറുകൊച്ചി ഉപദേശിയുടെ ഡയറി പരിശോധിച്ചപ്പോൾ ഇപ്രകാരം കണ്ടു. ദ്രേശ്യമുള്ള കാലത്താണ് ആ ഡയറിയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവമേ, നീ എന്നെ മറന്നുപോയോ എന്ന് ഒരു ദിവസം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, എന്താ അങ്ങനെ എഴുതിയത്? ദൈവമേ, നീ എന്നെ മറന്നുപോയോ എന്ന്. അപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്: എല്ലാ ആഴ്ചയിലും എല്ലാ ദിനങ്ങളിലും ഒരുപാട് കഷ്ടതയും പട്ടിണിയും പ്രയാസങ്ങളുമാണ്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച വലിയ കുഴപ്പമില്ലായിരുന്നു, വലിയ കഷ്ടതയുണ്ടായിരുന്നില്ല, വലിയ പട്ടിണി ഉണ്ടായിരുന്നില്ല, ഒത്തിരി എതിർപ്പുകൾ ഏൽക്കേണ്ടി വന്നില്ല. ആ ഒരാഴ്ച പിന്നിടുന്ന ആ ദിവസമാണ് ഉപദേശി അങ്ങനെ ഡയറിയിൽ എഴുതിയത്: തമ്പുരാനെ, നീ എന്നെ മറന്നുപോയോ എന്ന്. കാരണം കർത്താവേ, നീ എന്നെ മറന്നുപോയെന്ന് ചോദിക്കാൻ കാരണം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്രകാരം കഷ്ടതയെ ദൈവം തമ്പുരാൻ നൽകിയ നിയോഗമായി തിരിച്ചറിഞ്ഞ് ഒരുപാട് ഭക്തന്മാർ ഈ മണ്ണിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഒരു കാരണവശാലും വിസ്മരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്.
രാജാവ് വലിച്ചെറിഞ്ഞ യഹോവയുടെ ചുരുളുകൾ ഏറ്റുവാങ്ങിയ നെരിപ്പോട് പോലെ അഗ്നിസമാനമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് ബാരൂക്ക്. ഒരു കുറ്റവാളിയെ പോലെ, ഒരു അഭയാർത്ഥിയെ പോലെ സ്വന്തം ദേശത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം. ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് താൻ കൊടുക്കേണ്ടി വന്ന വലിയ വില. യഹോവയുടെ അരുളപ്പാടുകൾ പറഞ്ഞുകൊടുത്ത യിരെമ്യാവിനെയും അതെഴുതിയ ബാരൂക്കിനെയും പിടിപ്പാൻ രാജകൽപ്പന പുറപ്പെടുവിച്ചു എന്ന് നാം 26-ാം വാക്യത്തിൽ വായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ എന്താ നാം വായിക്കുന്ന ഒരു സുവിശേഷം? ശത്രുവിന്റെ കൈകളാൽ പിടിക്കപ്പെടാതെ വണ്ണം യഹോവ അവരെ ഒളിപ്പിച്ചു, യഹോവ അവരെ മറച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പീഡനങ്ങളുടെ നടുവിൽ യഹോവ അവരെ ഒളിപ്പിച്ചു, തന്റെ ഭൃത്യരെ സംരക്ഷിച്ചു. ഈ വേദനയുടെ കഷ്ടപ്പാടിന് നടുവിൽ യിരെമ്യാവ് തന്റെ പ്രവചന ശുശ്രൂഷ നിർത്തിയില്ല. യിരെമ്യാവിനെ വിട്ട് ബാരൂക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിച്ച് ഓടിപ്പോയില്ല. 36-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യിരെമ്യാവ് ബാരൂക്കിനോട് വീണ്ടും ഇപ്രകാരം പറയുകയാണ്. എന്താണ് പറയുന്നത്? ബാരൂക്കെ, നീ മറ്റൊരു ചുരുൾ വാങ്ങിച്ച് രാജാവ് ചുട്ടുകളഞ്ഞ് ആ ചുരുളിലെ മുഴുവൻ വചനങ്ങളും നീ എഴുതണം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം ആയിരുന്നെങ്കിൽ എപ്രകാരം അതിനോട് പ്രതികരിച്ചേനെ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത്രയേറെ സംഘർഷങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ച ബാരൂക്ക് യിരെമ്യാവ് കൽപ്പിച്ച് ആ കൽപ്പന അതുപോലെ അനുസരിച്ച് 32-ാം വാക്യം നാം അങ്ങനെയാ വായിച്ചത്. യാതൊരു മടിയും കൂടാതെ എല്ലാ വചനങ്ങളും വീണ്ടും ഒരു പുതിയ ചുരുളിൽ എഴുതി ചേർക്കുകയാണ്. തന്റെ യജമാനനോട് യാതൊരു എതിർപ്പും പറയാതെ കഷ്ടം സഹിപ്പാൻ തയ്യാറായ ഒരു ബാരൂക്കിനെയാണ് നാം ഈ രാവിലെ പരിചയപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യിരെമ്യാവിനുണ്ടായ ക്രൂരമായ പീഡനങ്ങൾ 38-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. യിരെമ്യാവിനെ കൊന്നുകളയാൻ പ്രഭുക്കന്മാർ രാജാവിനോട് അപേക്ഷിക്കുകയാണ്. തന്നെ കൊല്ലുവാനായി കയറുകൊണ്ട് തന്നെ ചെളിക്കുണ്ടിൽ ഇറക്കുകയാണ്. ദീർഘകാലങ്ങൾ പട്ടിണിയിലിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ്. നഗരത്തിലെ അപ്പക്കടയിൽ നിന്ന് ദിനവും ഒരപ്പം മാത്രം വാങ്ങി നൽകുകയാണ്. മാനസികമായും ശാരീരികമായും പീഡനങ്ങളിലൂടെ യിരെമ്യാവ് കടന്നു പോവുകയാണ്. ഇത് കണ്ടിട്ട് ഭയപ്പെട്ടില്ല ബാരൂക്ക്. തനിക്കും നാളെ ഇപ്രകാരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ബാരൂക്ക് സന്ദേഹിച്ചില്ല. ഈ പീഡനങ്ങളുടെ നടുവിലും യിരെമ്യാവ് രാജാവിനോടും പ്രഭുക്കന്മാരോടും വിളിച്ചു പറഞ്ഞു. 20-ാമത്തെ വാക്യം 38-ാം അധ്യായത്തിൽ, രാജാവേ, യഹോവയുടെ വചനം കേൾക്കണമേ, എന്നാൽ നിനക്ക് നന്നായിരിക്കും. ഈ പീഡനങ്ങൾ കഠിനമായി ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ യിരെമ്യാവ് വിളിച്ചു പറഞ്ഞു, രാജാവേ, യഹോവയുടെ വചനം കേൾക്കണമേ, എന്നാൽ നിനക്ക് നന്നായിരിക്കും. യിരെമ്യാവിന്റെ ഈ പീഡനങ്ങളുടെ നടുവിൽ ബാരൂക്ക് യിരെമ്യാവിനെ വിട്ട് എങ്ങും പോയില്ല. വളരെ സഹനത്തോടെ, സഹിഷ്ണുതയോടെ യിരെമ്യാവിനോടൊപ്പം തന്നെ നിന്ന് ആ സങ്കടത്തിൽ, ആ വേദനയിൽ, കഷ്ടപ്പാടിന്റെ പങ്കാളിയായി തീരാൻ ബാരൂക്ക് തയ്യാറാവുകയാണ്. He was blessed to suffer. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പൗലോസ്ലീഹ റോമാസഭയോട് പ്രകാരം പറഞ്ഞു. 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കർത്താവ് പ്രകാരം പറയുന്നു. മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ, ആരെങ്കിലും എന്റെയും സുവിശേഷ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. 1 പത്രോസ് 4:13 നാം പത്രോസ്ലീഹയുടെ വാക്കുകൾ വായിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നവരും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഹല്ലേലൂയ. കഷ്ടതയെ ദൈവാനുഗ്രഹമായി തിരിച്ചറിയുവാൻ കഴിയുന്നവരാകണം ഞാനും നിങ്ങളും എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദങ്ങളിൽ ബാപ്റ്റിസ്റ്റ്, മെത്തഡിസ്റ്റ് സഭകൾക്ക് വൺ വേ മിഷണറിമാരുണ്ടായിരുന്നു. വൺ വേ മിഷണറിമാർ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ വൺ വേ ടിക്കറ്റ് മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് വൺ വേ മിഷണറിമാർ എന്നവർ അറിയപ്പെടുന്നത്. കാരണം ആ പോകുന്ന സ്ഥലത്ത് നിന്ന് അവർ മടങ്ങി വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ടാണ് ഒരു വഴിക്കുള്ള ടിക്കറ്റ് മാത്രം എടുത്ത് അവരെ യാത്രയാക്കുന്നത്.
അങ്ങനെ പോകുന്ന മിഷണറിമാർ അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയത് ബ്രീഫ് കേസിലല്ല, പിന്നെയോ കോഫിൻ ബോക്സിലാണ്, ശവപ്പെട്ടിയിലാണ് അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നത്. ശവപ്പെട്ടിയിൽ കുരിശ് വരച്ച്, ആ കുരിശടയാളം വരച്ച് അതിലാണ് അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നത്. വൺ വേ മിഷണറിമാർ 19-ാം നൂറ്റാണ്ടിൽ സൗത്ത് പസഫിക് ഓഷ്യന് സമീപയുള്ള ഓസ്ട്രേലിയൻ ദ്വീപ് സമൂഹം, ആ ദ്വീപിൽ പാർക്കുന്ന ഗോത്രവർഗക്കാരുടെ നടുവിലേക്ക് പോയ മിഷണറി ആയിരുന്നു പീറ്റർ മിൽനെ. ഈ സ്ഥലത്തേക്ക് ഗോത്രവർഗക്കാരുടെ ന്യൂ ഹെബ്രീഡ്സ് എന്ന് പറയുന്ന ഗോത്രവർഗക്കാരുടെ ഇടയിലേക്ക് അയക്കപ്പെട്ട മിഷണറിയാണ് പീറ്റർ മിൽനെ. അവിടെയുള്ള ആളുകൾ എങ്ങനെയുള്ളവരാണ്? നരഭോജികളായ ഗോത്രവർഗക്കാരാണ്. ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത, ധൈര്യപ്പെടാത്ത ക്രൂരന്മാരായ ഗോത്രവർഗക്കാരുടെ നടുവിലേക്ക് പീറ്റർ മിൽനെ എന്ന മിഷണറി കടന്നു പോവുകയാണ്. ഒരു വൺ വേ മിഷണറിയായി വൺ വേ ടിക്കറ്റും എടുത്ത് ഒരു ശവപ്പെട്ടിയിൽ തന്റെ തുണിത്തരങ്ങളും തന്റെ വസ്തുക്കളും ഒക്കെ പാക്ക് ചെയ്ത് പോയ മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 90 വയസ്സ് വരെ, ദീർഘമായ 50 വർഷത്തോളം ഈ ഭക്തനായ മനുഷ്യൻ ഈ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ശുശ്രൂഷയ്ക്ക് അവിടെ പാർത്ത് ശുശ്രൂഷ ചെയ്തു. 50 വർഷത്തോളം. 90-ാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടെ നിന്ന് മരണപ്പെട്ടു. ആ ദ്വീപ സമൂഹത്തിന് നടുവിൽ ഒരു ശവക്കല്ലറയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അവരെഴുതി വെച്ച വാചകം ഇപ്രകാരമാണ്: When he came, there was no light. When he left, there was no darkness. Hallelujah. പീറ്റർ മിൽനെ വന്നപ്പോൾ ഇവിടെ ഒട്ടും വെളിച്ചം ഉണ്ടായിരുന്നില്ല. പീറ്റർ മിൽനെ ഞങ്ങളെ വിട്ടുപോയപ്പോൾ ഇവിടെ അന്ധകാരം ഒട്ടും ഉണ്ടായില്ല. When he came, there was no light. When he left, there was no darkness. കഷ്ടപ്പാടിന്റെ ദുരിതങ്ങളുടെ നടുവിൽ തമ്പുരാന്റെ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുത്ത അനേക മിഷണറിമാരുണ്ട്, ഇന്നുമുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മൂന്നാമതായി ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടത്, he was blessed to preserve the possession. അവകാശം പരിരക്ഷിക്കാനായി അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ബാരൂക്ക്. 32-ാമത്തെ അധ്യായം തന്നെയാണ്. അവകാശം പരിരക്ഷിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ബാരൂക്ക്. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ 10-ാം ആണ്ടിൽ യിരെമ്യാവിന് അരുളപ്പാടുണ്ടായി. രാജാവിന്റെ കാവൽപ്പുര മുറ്റത്ത് കുറ്റവാളിയെ പോലെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സമയത്തും തന്റെ പക്ഷം നിൽക്കാൻ ബാരൂക്ക് എഴുതി ആരുമില്ലാതിരുന്ന സമയത്ത് പത്മോസ് ദ്വീപിൽ ഏകനായി പാർത്ത യോഹന്നാനെ പോലെ യിരെമ്യാവിനെ ധൈര്യപ്പെടുത്തിയത് യഹോവയുടെ സാന്നിധ്യമാണ്. നിരന്തരമായി യഹോവ പകർന്നു കൊടുത്ത അരുളപ്പാടുകളാണ്. എന്താണ് അരുളപ്പാട്? ഈ നഗരത്തെ ബാബേൽ രാജാവിനെ ഏൽപ്പിക്കും. അർത്ഥാൽ ബാബേൽ രാജാവ് ഈ ദേശം പിടിച്ചടക്കി ജനത്തെ പ്രവാസികളായി കൊണ്ടുപോകും. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ബാല്യം മുതൽ ദൈവത്തോട് ചെയ്ത സകല ദോഷങ്ങളും നിമിത്തമാണ് ഈ ന്യായവിധി ദൈവം നടപ്പിലാക്കാൻ പോകുന്നത്. ദേശത്തോട് അരുളപ്പാട് അറിയിച്ച യഹോവയായ ദൈവം 32-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ, ഹല്ലേലൂയ, നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കണം. 6-7 വാക്യങ്ങളിൽ യിരെമ്യാവിന് പ്രത്യേകമായ ഒരു സ്പെഷ്യൽ അരുളപ്പാട് നൽകുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? യിരെമ്യാവേ, നിന്റെ ഇളയപ്പനായ ഹനമയേലിന്റെ കയ്യിൽ നിന്ന് അനാഥോത്തിലെ നിന്റെ നിലം നീ മേടിച്ചു കൊള്ളുക. നിന്റെ ഇളയപ്പനായ ഹനമയേലിന്റെ പക്കൽ നിന്ന് അനാഥോത്തിലെ നിന്റെ നിലം നീ മേടിച്ചു കൊള്ളുക. അനാഥോത്ത് യിരെമ്യാ പ്രവാചകന്റെ ജന്മഭൂമിയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട അഹരോന്റെ മക്കൾക്ക് അവകാശമായി ലഭിച്ച ലേവിയ പട്ടണമാണ് അനാഥോത്ത്. അനാഥോത്ത് എന്ന പേരിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ആൻസർ എന്നാണ്, ഉത്തരം എന്നാണ്. യിരെമ്യാവേ, എല്ലാം നഷ്ടപ്പെടും. നിന്റെ അവകാശ ഭൂമി ബാബേൽ രാജാവ് പിടിച്ചടക്കും. എന്നാൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിനക്കൊരു അനാഥോത്തുണ്ട്, നിനക്കൊരു ഉത്തരമുണ്ട്, നിനക്കൊരു മറുപടിയുണ്ട്, നിനക്കൊരു മടങ്ങിവരവുണ്ട്, നിനക്കൊരു വീണ്ടെടുപ്പുണ്ട്. 70 സംവത്സരങ്ങൾ കഴിഞ്ഞാൽ എന്റെ ജനം തിരികെ ഈ അവകാശ ഭൂമിയിലേക്ക് മടങ്ങി വരും. പ്രവാസകാലം പൂർത്തിയാകും. അവർ ബന്ധനസ്ഥരായി എന്നും പാർക്കേണ്ടി വരില്ല. അവർ സ്വതന്ത്രരാകും. അർത്ഥാൽ ഞാൻ എന്റെ ജനത്തെ മടക്കി വരുത്തും.
37 വാക്യം, 32 അധ്യായത്തിന്റെ 37 വാക്യം. ഞാൻ എന്റെ ദേശത്തെ വീണ്ടെടുക്കും, എന്റെ ജനത്തെ കൂട്ടിവരുത്തും, എന്റെ ജനം നിർഭയമായി വസിക്കും, അവർ എനിക്ക് ജനമായി തീരും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഹല്ലേലൂയ. ഈ അവകാശത്തിന്റെ അടയാളമായിട്ടാണ് ഹനാമേലിന്റെ കയ്യിൽ നിന്ന് യഹോവ കൽപ്പിച്ചതുപോലെ 17 ശേക്കൽ വെള്ളി കൊണ്ട് യിരെമ്യാവ് സ്ഥലം വാങ്ങിയത്. ആധാരം എഴുതി, 10 വാക്യം മുതൽ നാം വായിക്കണം. ആധാരം എഴുതി മുദ്രയിട്ട്, ഈ സ്ഥലത്തിന്റെ ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിയിച്ച് കാവൽപുരമുറ്റത്തെ സകല യഹൂദന്മാരും കാണുക ഈ അവകാശഭൂമി, അവകാശരേഖ നഷ്ടപ്പെട്ടു പോകാതെ ദീർഘകാലം സൂക്ഷിക്കുന്നതിന് വേണ്ടി യിരെമ്യാവ് ഏൽപ്പിച്ചത് ആരെയാണെന്നറിയാമോ? നേരിയാവിന്റെ മകനായ ബാരൂക്കിനെയാണ്. ബാരൂക്കിനെ ഈ അവകാശരേഖ ഏൽപ്പിക്കുക എന്നത് യിരെമ്യാവിന്റെ തീരുമാനമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 32 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. യഹോവയുടെ കൽപ്പന പ്രകാരം അവകാശരേഖ അടക്കം ചെയ്ത ആ പാത്രം ഇവിടെ ഇത് ബാരൂക്കിനെ ഭരമേൽപ്പിക്കുകയാണ്. യഹോവയുടെ കൽപ്പന പ്രകാരം ബാരൂക്ക് ആധാരം നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ഒരു മൺപാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു എന്നാണ്. ബാരൂക്ക് സൂക്ഷിച്ചത് അനാഥോത്തിലെ നിസ്സാരമായ ഏതോ ഒരു വസ്തുവിന്റെ ആധാരമല്ല. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, ബാരൂക്ക് സൂക്ഷിച്ചത് അനാഥോത്തിലെ നിസ്സാരമായ ഒരു വസ്തുവിന്റെ ആധാരമല്ല, പിന്നെയോ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആധാരമാണ്. ദി പൊസഷൻ ഓഫ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ബാരൂക്ക് സൂക്ഷിച്ചത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ ആധാരമാണ്. ദി പൊസഷൻ ഓഫ് ഗോഡ്സ് പ്രോമിസസ്. ഹല്ലേലൂയ. ബാരൂക്ക് സൂക്ഷിച്ചത് ദൈവത്തിനുള്ള പ്രത്യാശയുടെ ആധാരമാണ്. ദി പൊസഷൻ ഓഫ് ഹോപ്പ് ഇൻ ഗോഡ്. ഹല്ലേലൂയ. ബാരൂക്ക് സൂക്ഷിച്ചത് ദൈവജനത്തിന്റെ വീണ്ടെടുപ്പിന്റെ ആധാരമാണ്. ദി പൊസഷൻ ഓഫ് ഗോഡ്സ് റിഡംഷൻ. ഹല്ലേലൂയ. നഷ്ടപ്പെടാതെ ബാരൂക്ക് സൂക്ഷിച്ചത് ഈ ആധാരമാണ്. കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടാലും ചെളിക്കുണ്ടിൽ ഉപേക്ഷിക്കപ്പെട്ടാലും എല്ലാവരാലും കൈവിട്ട് എന്ന് തോന്നിയാലും സ്വപ്നങ്ങൾ തകർന്നു പോയാലും ദൈവത്തിലുള്ള ആധാരം നഷ്ടപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്, അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, അവനിൽ പ്രത്യാശ നമുക്കുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ആധാരം നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ബാരൂക്ക് ഈ പ്രത്യാശയിൽ നിലനിന്നത് കൊണ്ടാണ്, നിറഞ്ഞവനായത് കൊണ്ടാണ് ദൈവം ബാരൂക്കിന്റെ പക്കൽ ഈ ആധാരം ഭരമേൽപ്പിച്ചത് എന്ന് നാം ഒരിക്കലും മറക്കരുത്. ഇന്ന് ഭാരമാണെങ്കിലും, ഇന്ന് വേദനയാണെങ്കിലും, ഇന്ന് പ്രയാസമാണെങ്കിലും, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പോകുന്നുവെങ്കിലും മറന്നു പോകരുത് പ്രിയരെ, നമുക്ക് വേണ്ടി സ്വർഗം സൂക്ഷിക്കുന്ന ഒരാധാരമുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആധാരമുണ്ട് എന്ന് വിസ്മരിക്കരുത്. ചെറിയാൻ സാറ് ശുശ്രൂഷ ചെയ്തിരുന്ന മധുരയിലെ സുബ്രഹ്മണ്യപുരം എന്ന ദേശത്ത് ഒരുപാട് പീഡനങ്ങൾ, വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മനുഷ്യരാണ്. തന്റെ ഭാര്യ മരണപ്പെട്ടു, 8 മക്കളുണ്ട്, അവരെ വളർത്തേണ്ട ബാധ്യതയുണ്ട്, ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ചെറിയാൻ സാർ. ഹല്ലേലൂയ. തന്നെ തനിക്ക് ധരിക്കാൻ നല്ലൊരു ഷർട്ടില്ലാത്ത കാലം ഉണ്ടായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ആ ഷർട്ട് പലയിടത്തും തുന്നിയതാണ്. കീറൽ വന്ന തുന്നിയ ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. ആ കീറൽ മറയ്ക്കാൻ വേണ്ടി ഒരു നേരിയത് കുറുകെ പുതയ്ക്കുമായിരുന്നു എന്നാണ്. ഒരു നേരിയത് കുറുകെ, ഷർട്ടിന് കുറുകെ പുതയ്ക്കുമായിരുന്നു. ഒരിക്കലും ഒരു വിശ്വാസിയായ മാതാവ് ചോദിച്ചു, സാറേ എന്തിനാണ് നേരിയത് പുതച്ചിരിക്കുന്നത്? അപ്പോൾ സാറ് പറഞ്ഞു, അത് അല്പം പ്രയാസമൊക്കെ ഉണ്ട്, ചെറിയ കീറലൊക്കെ ഉണ്ട്, തുന്നിത്തച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് അപ്രകാരം ഞാൻ ഇത് നേരിയത് പുതച്ചിരിക്കുന്നത്. ആ ചോദ്യം തന്നെ വല്ലാതെ വേദനപ്പെടുത്തി. അന്ന് അദ്ദേഹം എഴുതിയ പാട്ടാണെന്നാണ് പറയുന്നത്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. എനിക്കൊരു ആധാരമുണ്ട് അനാഥോത്തിൽ. ഇന്നൽപ്പം കീറലുണ്ടെങ്കിലും, ഭാരമുണ്ടെങ്കിലും, പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതിഫലം തരാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് പാടുവാൻ ഭക്തന് സാധിച്ചു. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരു ചിന്തയെ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടത് എവിടെയാണ്? ബ്ലസ്ഡ് വിത്ത് ഗ്രേറ്റ് പ്രോമിസ്.
വിലയേറിയ വാഗ്ദാനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ബാരൂക്ക്. വിലയേറിയ വാഗ്ദാനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ബാരൂക്ക്. 45-ാം അധ്യായമാണ് യിരെമ്യാ പ്രവാചന പുസ്തകം. ദൂതൻ അരുളി ചെയ്യുന്ന മൊഴികൾ കുറിച്ചെടുക്കുന്ന പരിശുദ്ധ നിയോഗം നിറവേറ്റിയ വളരെ ആദരിക്കപ്പെട്ട ശുശ്രൂഷയാണ് ബാരൂക്ക് നിറവേറ്റിയത്. ബാരൂക്ക് വലിയ പ്രതീക്ഷകളോടെ ജീവിച്ച മനുഷ്യനാണ്. ജീവിതകാലം മുഴുവൻ വിശ്വസ്തതയോടെ യിരെമ്യാവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവനാണ്. എതിർപ്പുകളുടെ മുമ്പിൽ പതറിപ്പോകാതെ നിലകൊണ്ടവനാണ്. സഹന വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടവനാണ്. യിരെമ്യാവിന്റെ കഷ്ടപ്പാടുകൾക്ക് പങ്കാളിയായവനാണ്. അപ്പോൾ ഇപ്രകാരം ശുശ്രൂഷ ചെയ്ത് തന്നെ ദൈവം ആദരിക്കും, തനിക്ക് ഉയർച്ചകൾ ലഭിക്കുമെന്ന് സ്വാഭാവികമായി ബാരൂക്ക് കരുതി കാണും. നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണല്ലോ. നമ്മൾ ചില പാടുന്ന പാട്ട് പോലും ഉയർച്ച മാത്രം ദൈവം തരും, കഷ്ടത തരില്ല, വായ്പ വാങ്ങാൻ ഇടയാകില്ല, കൊടുക്കുവാൻ മാത്രം ഇടയാകും. അതൊക്കെ ചുമ്മാതെയാണ്. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് എഴുതാവുന്ന പാട്ടാണ്. അങ്ങനെ വചനം പറയുന്നില്ല. യേശു തമ്പുരാൻ പറഞ്ഞത് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് തമ്പുരാൻ കൽപ്പിച്ച സുവിശേഷം. പോകട്ടെ, അത് മറ്റൊരു വിഷയമാണല്ലോ. അപ്പോൾ തനിക്കും ഇപ്രകാരം വിശ്വസ്തതയോടെ ശുശ്രൂഷകൾ ചെയ്ത് തന്നെയും തമ്പുരാൻ ആദരിക്കുമെന്ന് ബാരൂക്ക് ചിന്തിച്ചു, വ്യാമോഹിച്ചു. മോശയ്ക്ക് പകരം യോശുവായെ ദൈവം ഉയർത്തിയതുപോലെ, ഏലിയാവിന്റെ പിൻഗാമിയായി എലീശയെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ, സ്വാഭാവികമായി തന്റെ യജമാനായ യിരെമ്യാവിന് ശേഷം തന്നെ ദൈവം ഉയർത്തുമെന്ന് ബാരൂക്ക് ഒരുപക്ഷെ ചിന്തിച്ചു കാണുമായിരിക്കാം. സ്വാഭാവികമാണ്. 45-ാം അധ്യായത്തിൽ അതുകൊണ്ട് നാം ബാരൂക്കിനെ നിരാശിതനായ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ബാരൂക്ക് പറയുന്നു സങ്കടത്തോടെ, യഹോവ എന്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു, യാതൊരു ആശ്വാസത്തിനും വകയെനിക്കില്ല. തളർന്നും തകർന്നും കഴിയുന്ന ഒരു ബാരൂക്കിനെയാണ് 45-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. യഹോവയ്ക്ക് വേണ്ടി ഇപ്രകാരം നിലകൊണ്ടിട്ട് ഒരു ആശ്വാസം ലഭിക്കാത്ത ദുഃഖകരമായ അന്തരീക്ഷം. ബാരൂക്കിനോട് ദൈവം പറയുകയാണ്, ദേശവും രാജ്യവും വിട്ട് പലായനം ചെയ്യേണ്ടി വരും. നീ ദേശത്തിന്മേൽ വരുത്തുന്ന അനർത്ഥങ്ങൾക്ക് നീ സാക്ഷിയാകും. അനേകർ മരണത്തിന് ഇരയാകും. നട്ടതെല്ലാം പറിച്ചുകളയും, നിർമ്മിതമായതെല്ലാം പൊളിച്ചുകളയും. നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ ബാരൂക്കെ? 45-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. ദൈവം തമ്പുരാൻ തന്നെ അതിന് മറുപടി പറയുന്നു. ബാരൂക്ക് മറുപടി പറയേണ്ട, ബാരൂക്ക് നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഉത്തരം എന്താണ്? ആഗ്രഹിക്കരുത്. നെവർ സീക്ക് ഗുഡ്നസ് ഫോർ യു. എന്നിട്ട് താഴോട്ട് തമ്പുരാൻ പറഞ്ഞത്, ഞാൻ സകല ജഡത്തിന്മേലും അനർത്ഥം വരുത്തിയാലും ബാരൂക്കെ നിന്റെ പ്രാണന്റെ മേൽ എന്റെ സംരക്ഷണ വലയം ഉണ്ടാവും. നിന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകുന്ന തോന്നിയേക്കാം, പക്ഷേ ഒരു കൊള്ള പോലെ നിന്റെ പ്രാണൻ ഞാൻ നിനക്ക് മടക്കി തരും. ഐ വിൽ ഗിവ് യു റിവാർഡ് ഡിക്ലെയർസ് ദി ലോർഡ് എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ലോകപരമായി ഭൗതികമായി നേട്ടങ്ങൾ ലഭിക്കുമെന്നല്ല തമ്പുരാൻ പറഞ്ഞത്. ഈ ലോകത്തിന് തരാൻ കഴിയാത്ത, ഈ ലോകത്തിന് എടുക്കാൻ കഴിയാത്ത നിത്യമായ പ്രതിഫലം പ്രാപിപ്പാൻ നിനക്ക് ഭാഗ്യമുണ്ടാകും എന്നാണ് ബാരൂക്കിനോട് യഹോവയായ ദൈവം കൽപ്പിച്ചത്. നിന്റെ ജീവനെ നിത്യമായി ഞാൻ കാക്കും, നിന്റെ ജീവനെ നിത്യതയോട് ഞാൻ ചേർത്ത് കെട്ടും. ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ, എന്റെ പ്രാണനെ അവൻ പാതാളത്തിലേക്ക് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. എല്ലാ വഴികളിലും മിസ്രൈമിലേക്കുള്ള യാത്രകളിലും ബാരൂക്കിനെ ദൈവം അത്ഭുതകരമായി, ഇസ്രായേലിലേക്കുള്ള യാത്രകൾ ബാരൂക്കിനെ ദൈവം അത്ഭുതകരമായി പരിപാലിച്ചു എന്നാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. രക്തസാക്ഷിയായി യിരെമ്യാവ് മരണപ്പെട്ടു എന്നാണ് നാം ചരിത്രത്തിൽ പഠിക്കുന്നത്. നമുക്കായി നാം വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദാനങ്ങൾ നമ്മിൽ നിറവേറാതെ പോകും. പ്രിയമുള്ളവരെ, നാം നമുക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുവാൻ പാടില്ല. പൗലോസ്ലീഹ അതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്, അതിനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. 2 തിമോത്തിയോസ് 1:12 ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവനൊരു ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുന്നത് അവനൊരു ഉപനിധി എന്നുള്ളത് മൈ ഡെത്ത്ലെസ് സോൾ എന്നാണ്. മൈ ഡെത്ത്ലെസ് സോൾ, എന്റെ പ്രാണൻ, എന്റെ ആത്മാവ് നഷ്ടപ്പെടില്ല
എന്റെ പ്രാണൻ, എന്റെ ആത്മാവ് ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ബാഹ്യമായ ശരീരത്തിന് അടിയേൽക്കാം, ഇടിയേൽക്കാം, വേദന ഏൽക്കേണ്ടി വന്നേക്കാം. എന്നെ ചന്തസ്ഥലത്ത് നഗ്നനായി നിർത്തി കോൽ കൊണ്ട് അടിച്ചേക്കാം. ഞാൻ പോകുന്ന യാനപാത്രം കപ്പൽ ചേരത്തിൽ അകപ്പെടാം, തകർന്നു പോകാം, പട്ടിണി കിടക്കേണ്ടി വന്നേക്കാം, കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ പ്രാണൻ, എന്റെ ഉപനിധി ദൈവത്തിന്റെ കരങ്ങൾ സുരക്ഷിതമാണ്. ബാഹ്യമായ ശരീരത്തിന് അടിയും ഇടിയും വേദനയും ഏൽക്കേണ്ടി വന്നാലും എന്റെ അകത്തെ മനുഷ്യൻ നഷ്ടപ്പെടില്ല. ആ ഉപനിധി അവൻ കാക്കാൻ ശക്തനാണെന്ന് ഉറച്ചുമിരിക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തിയത് അതുകൊണ്ടാണ്. പ്രിയരെ, ബാരൂക്കിനോട് തമ്പുരാൻ പറഞ്ഞത്, ബാരൂക്കെ, നിന്റെ പ്രാണനെ ഞാൻ കൊള്ളയായി നിനക്ക് മടക്കി തരും. ബാരൂക്ക് വാസ് ബ്ലസ്ഡ്. എവിടെയാണ് ബാരൂക്ക് അനുഗ്രഹിക്കപ്പെട്ടത്? ഒന്നവൻ വചനത്തിന്റെ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. രണ്ടവൻ കഷ്ടം സഹിക്കാനായി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. മൂന്ന്, അവന്റെ അവകാശം പരിരക്ഷിക്കാനായി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നാല്, വിലയേറിയ ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റാത്ത വിലയേറിയ വാഗ്ദാനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ബാരൂക്ക്. പ്രിയമുള്ളവരെ, നമ്മളും ഇന്ന് പലപ്പോഴും ലോകപരമായി, ഭൗതികമായി അനുഗ്രഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെയൊക്കെ ഉപവാസ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങൾ നീറ്റ് പാസ്സാകാനും, അവർ UK പോകാനും, അവർക്ക് പുതിയ ജോലി കിട്ടാനും, സാമ്പത്തികമായി ബലപ്പെടാനും ഒക്കെയുള്ള പ്രാർത്ഥനകളാണ് പലപ്പോഴും. ഉപവാസ പ്രാർത്ഥന പോലും നിലനിൽക്കുന്ന, നഷ്ടപ്പെട്ടു പോകാത്ത നിത്യമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പാൻ, നിത്യമായ നോട്ട് ഫോർ ദി ടെമ്പറൽ ബട്ട് ഫോർ ദി ഇറ്റേണൽ, നിത്യമായ അനുഭവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കാത്തിരിപ്പാൻ, നോക്കിപ്പാർക്കാൻ നമുക്ക് ബാരൂക്കിനെ പോലെ സാധിക്കട്ടെ. കർത്താവേ, നിന്റെ വചനവുമായുള്ള ബന്ധത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ, കഷ്ടം സഹിക്കുന്ന അനുഭവങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് കാണാൻ, എന്റെ അവകാശം പരീക്ഷിക്കുവാനായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ, കർത്താവെ, വിലയേറിയ വാഗ്ദാനങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ, ഞാനും ബാരൂക്കിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമയായി തീരാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഞാൻ അനേകർക്ക് ഒരു അനുഗ്രഹ വിഷയമായി തീരാൻ ഇടയാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് ദൈവം തമ്പുരാൻ തന്റെ ആത്മാവിനാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.